മിസ് ബയോകെമിസ്ട്രിയുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആൻഡ് ടോപ്പോളജി ഓഫ് DNA ആൻഡ് RNA. ഫസ്റ്റ്, വാട്ട് ഈസ് DNA? DNA എന്ന് പറയുന്നത് പ്രൈം ജനറ്റിക് മോളിക്യൂളാണ്. ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ DNA എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂള് നമ്മുടെ ക്രോമസോമിലുള്ള ഹെറിഡിറ്ററി ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്നത് DNA ആണ്. അപ്പോൾ ഒരു ക്രോമസോം ഡിവൈഡ് ചെയ്ത് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ജനറ്റിക് മെസ്സേജസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. DNA എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലോങ് ആയിട്ടുള്ള മോളിക്യൂളാണ്. ഇത് ടൈറ്റ്ലി പാക്ക് ചെയ്ത് ഹിസ്റ്റോൺ മോളിക്യൂൾസ് റാപ്പ് ചെയ്താണ് ഈ DNA എന്ന് പറയുന്ന മോളിക്യൂള് സെല്ലിനകത്ത് കാണപ്പെടുന്നത്. മോസ്റ്റ് ഓഫ് ദി DNA ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സെൽ ന്യൂക്ലിയസിനകത്താണ്. അതുകൊണ്ട് തന്നെ അതിന് ന്യൂക്ലിയർ DNA എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. പിന്നെ സ്മോൾ എമൗണ്ട് ഓഫ് DNA നമുക്ക് മൈറ്റോകോൺട്രിയയിലും കാണാൻ പറ്റും. അങ്ങനെയുള്ള DNAസിനെ നമ്മൾ മൈറ്റോകോൺട്രിയൽ DNA ഓർ mtDNA എന്ന് വിളിക്കാറുണ്ട്. DNAയിലുള്ള ഇൻഫോർമേഷൻസ് കോഡ് ചെയ്തിട്ടുള്ളത് 4 കെമിക്കൽ ബേസിസിൻ്റെ ബേസിസിലാണ്: അഡിനിൻ, ഗോനിൻ, സൈറ്റോസിൻ, തൈമിൻ. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് DNA. അപ്പോൾ DNA എന്ന് പറയുന്നത് ഡബിൾ സ്ട്രാൻഡഡ് മോളിക്യൂളാണ്. 2 പോളിപെപ്റ്റൈഡ് ചെയിൻ ചേർന്ന് കാണപ്പെടുന്നതാണ് DNA എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് ഈ 2 പോളിപെപ്റ്റൈഡ് ചെയിനും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 സ്ട്രാൻഡ്സും പരസ്പരം കോംപ്ലിമെൻ്ററി ആണ്, അതായത് ഓപ്പോസിറ്റ് കോംപ്ലിമെൻ്ററി ആണ്. ഈച്ച് അതർ കോംപ്ലിമെൻ്റാരിറ്റി. 2 ചെയിൻസ് ആർ ജോയിൻ ടുഗെദർ ബൈ ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഓഫ് ഹൈഡ്രജൻ. അതായത് 4 ബേസസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അഡിനും തൈമിൻ ബിറ്റ്വീൻ ദാറ്റ് ഡബിൾ ഹൈഡ്രജൻ ബോണ്ടും ഗോനിൻ, സൈറ്റോസിൻ ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ടുമാണ് വരുന്നത്. ബേസ് പെയറിംഗ് എന്ന് പറയുന്നത് വെരി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. DNA ഹാസ് എ റെഗുലർ സ്ട്രക്ചറാണ് DNAക്ക് വരുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ വിത്ത് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ്സ്, ലെങ്ത്, ന്യൂക്ലിയോടൈഡ്സിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ പെർ ഹെലിക്കൽ ടേൺ, അതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതായത് റെഗുലർ ആയിട്ടുള്ള പോർഷൻസ് ആണ് വരുന്നത്. പിന്നെ ഓട്സൺ ആൻഡ് ക്രിക്ക് ആണ് ഈ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഫീച്ചേഴ്സും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അഡിനിൻ ഓപ്പോസിറ്റ് ടു തൈമിൻ, ഗോനിൻ ഓപ്പോസിറ്റ് ടു സൈറ്റോസിൻ. ഈ കാണുന്ന സ്ലൈഡിലുള്ളതാണ് DNAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 2 റിബൺ ലൈക്ക് പോളിപെപ്റ്റൈഡ് ചെയിൻ റൺസ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ദാറ്റ് മീൻസ് on 1 5' to 3', 1 3' to 5'. ദാറ്റ് ആർ ആൻറ്റി പാരലൽ ഓറിയൻറ്റേഷൻ. പിന്നെ ഒരു മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും ഉണ്ട്. പിന്നെ 2 ന്യൂക്ലിയോടൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്. ഒരു ഹെലിക്കൽ ടേൺ എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ഓർ 34 ആംസ്ട്രോങ് ആണ് വരുന്നത്. അതിൽ 10 ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 10.5 ബേസ് പെയേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 2 പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 നാനോമീറ്റർ ആണ് വരുന്നത്. DNA ഈസ് എ സ്ട്രിങ് ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് കൺസിസ്റ്റ് ചെയ്യുന്നതാണ് ഒരു DNA എന്ന് പറയുന്നത്. അതിൽ 3 കമ്പോണൻസ് ആണ് വരുന്നത്: ഡിയോക്സി റൈബോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. അപ്പോൾ ഇതിൽ നൈട്രജൻ ബേസസിൻ്റെ വേരിയേഷൻസ് അനുസരിച്ച് കോമ്പോസിഷൻ്റെ വേരിയേഷൻ അനുസരിച്ച് 4 ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. അതായത് അഡിനിൻ, തൈമിൻ, ഗോനിൻ, സൈറ്റോസിൻ വരുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ ന്യൂക്ലിയോടൈഡ്സ് വരുന്നത്. അപ്പോൾ സൈഡിൽ അതിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതും അല്ലാത്തത് ബേസ് പെയറിങ്ങിൻ്റെ ഫിഗറും. പിന്നെ ഒരു സൈഡ് ന്യൂക്ലിയോടൈഡ് തന്നിട്ടുണ്ട്: ഫോസ്ഫേറ്റ്, ഷുഗർ ആൻഡ് ബേസസ് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് ഗോനിൻ. ഇതിലേത് വേണമെങ്കിലും വരാം. നെക്സ്റ്റ്, ബേസിക് സ്ട്രക്ചർ ഓഫ് DNA. DNAയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗർ ആണ്. നമ്മൾ സൈഡിൽ ഞാൻ നേരത്തെ കൊടുത്തത് പിക്ചർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 3 ഫോസ്ഫേറ്റ് വരുന്നുണ്ട്, ഷുഗർ മൊയിറ്റി വരുന്നുണ്ട്, പെൻഡോ ഷുഗർ ആണ്, പിന്നെ നൈട്രജൻ ബേസ് വരുന്നുണ്ട്. ഒന്നാമത്തെ കാർബണിലാണ് നൈട്രജൻ ബേസ് വരുന്നത്. അപ്പോൾ ഷുഗർ തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ഈ 2'Cയിൽ വരുന്ന ഹൈഡ്രജൻ വെച്ചിട്ടാണ് കേട്ടോ. 2'Cയിലെ ഹൈഡ്രജൻ നമുക്ക് ആറിന് എടുക്കുമ്പോൾ OH വരും. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നോർമൽ റൈബോസിൽ OH ഗ്രൂപ്പാണ് ആ പൊസിഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിയോക്സി റൈബോസിൽ വരുമ്പോൾ H ആണ് വരുന്നത്. പിന്നെ C5ലാണ് ട്രയോസ് ഫോസ്ഫേറ്റ്, അതായത് 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ഈ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ചെയിൻ എലോങ്ങേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫാക്ടേഴ്സാണ്. നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കാർബണിലാണ്. അപ്പോൾ ഇതാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് DNA ഓർ ന്യൂക്ലിയോടൈഡ്. ബേസസ് ആൻഡ് ഇറ്റ്സ് ഹൈഡ്രജൻ ബോണ്ട്. ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് സൈറ്റോസിൻ ആൻഡ് ഗോനിൻ്റെ ട്രിപ്പിൾ ബോണ്ടാണ്, ഹൈഡ്രജൻ ബോണ്ടാണ്.
അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള സ്ട്രക്ചറാണിത്. നെക്സ്റ്റ് അഡിനിൻ ആൻഡ് തൈമിൻ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും തമ്മിലുള്ള 2 ബോണ്ട്, അതുപോലെ തന്നെ ഗോനിനും സൈറ്റോസിനും. അപ്പോൾ ഇതാണ് ബേസസ് ആൻഡ് ഇറ്റ്സ് ഹൈഡ്രജൻ ബോണ്ട്. സിംഗിൾ സ്ട്രാൻഡ് മോളിക്യൂൾ ഓഫ് DNA. ഡബിൾ സ്ട്രാൻഡഡ് DNAയുടെ ഈച്ച് സ്ട്രാൻഡും സെയിം ബേസിക് സ്ട്രക്ചറാണ് വരുന്നത്. ആ ഒരു സ്ട്രക്ചറാണ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിൻ്റെ ഹെൽപ്പോടുകൂടി ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടുഗെദർ ടു ഫോം എ സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNA മോളിക്യൂൾ. അപ്പോൾ DNA എന്ന് പറയുന്നത് ഒരു പോളി ന്യൂക്ലിയോടൈഡാണ്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ജോയിൻസ് ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓഫ് കാർബൺ 3 ഓഫ് ഡിയോക്സി റൈബോസ് ഷുഗർ. കാർബൺ 3 ആണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ജോയിൻ ചെയ്ത് വരുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ സൈഡിൽ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാൻ നേരത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നത്. ആ റിയാക്ഷൻ പോളിമറൈസേഷൻ ഞാൻ അടുത്ത സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലീനിയർ പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്. അഡീഷൻ ഓഫ് ന്യൂ ന്യൂക്ലിയോടൈഡ് ടു എ DNA മോളിക്യൂൾ ക്രിയേറ്റ്സ് എ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട്. അതായത് പുതിയ ന്യൂക്ലിയോടൈഡ് ഒരു DNA മോളിക്യൂളിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ക്രിയേറ്റ് ആവുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തായാലും ഒരു DNA ചെയിൻ ആവശ്യമാണ്, ഇലോങ്ങേറ്റ് ചെയ്ത് വരുന്നൊരു ചെയിൻ ആവശ്യമാണ്, പിന്നെ ഒരു ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ കണ്ടൻസേഷൻ റിയാക്ഷനാണ്. ആൽഫ ഫോസ്ഫേറ്റ് ആൻഡ് OH അറ്റാച്ച് ടു ദ തേർഡ് C. മൂന്നാമത്തെ കാർബണിലെ OHും ആൽഫ ഫോസ്ഫേറ്റും തമ്മിലാണ് കണ്ടൻസേഷൻ നടക്കുന്നത്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈമാണ് DNA പോളിമറൈസ്. ഇവിടെ ഈ റിയാക്ഷന് എനർജി റിക്വയറിങ് റിയാക്ഷനാണ്. അപ്പോൾ എനർജി യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഇതിൽ. പിന്നെ പൈറോ ഫോസ്ഫേറ്റാണ് റിലീസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അത് ഡബിൾ ഫോസ്ഫേറ്റ് 2 ഫോസ്ഫേറ്റാണ് റിലീസാക്കുന്നത്. ഈ റിയാക്ഷൻ നടക്കുന്നത് 5' to 3' ഡയറക്ഷനിലാണ്. അപ്പോൾ റിയാക്ഷൻ്റെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഇലോങ്ങേറ്റിംഗ് ചെയിൻ ഉണ്ട്, ഒരു ന്യൂക്ലിയോടൈഡ് എക്സ്ട്രാ വരുന്നുണ്ട്, പൈറോഫോസ്ഫേറ്റ് റിലീസാവുന്നു, ഇലോങ്ങേഷൻ പോളിമറൈസേഷൻ നടക്കുന്നു. അപ്പോൾ നമ്മൾ സിംഗിൾ സ്ട്രാൻഡ് പോളിമറൈസേഷൻ പഠിച്ചു. ഇനി കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് എന്നാൽ മാത്രമേ ഡബിൾ സ്ട്രാൻഡ് ആകത്തുള്ളൂ. അപ്പോൾ മോസ്റ്റ് സ്ട്രക്ചറൽ ഫീച്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡാണ് ഈ കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ്. അപ്പോൾ അതിന് അഡിനിൻ തൈമിൻ DNA വരുന്നതാണ്. അതുപോലെ ഈ RNA വരുന്നതാണ് അഡിനിൻ യുറാസിൽ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ. നെക്സ്റ്റ് ഗോനിൻ സൈറ്റോസിൻ ബോത്ത് ഇൻ DNA ആൻഡ് RNA. അപ്പോൾ ഡബിൾ ഹെലിക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 polynucleotide ചെയിൻ ദാറ്റ് ആർ ഹെൽഡ് ടുഗെദർ ബൈ വീക്ക് ആൻഡ് നോൺ കോവാലൻ്റ് ബോണ്ട്സ് ബിറ്റ്വീൻ ബേസ് ഓഫ് പെയർഡ് ബേസസ്. അതായത് ഹൈഡ്രജൻ ബോണ്ട്സല്ലേ വരുന്നത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടിനും സെയിം ഹെലിക്കൽ ജോമെട്രിയാണ് വരുന്നത്. ബട്ട് ബേസ് പെയറിംഗ് ഹോൾഡ് ദം ടുഗെദർ വിത്ത് ദ ഓപ്പോസിറ്റ് പൊളാരിറ്റി മാത്രം ഓപ്പോസിറ്റ് ആവുന്നു. ആൻറ്റി പാരലൽ ഓറിയൻറ്റേഷനിലാണ് ഇത് 2 സ്ട്രാൻഡും വരുന്നത്. ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ബേസ് പെയർസ് ആർ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സൈഡിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഹെലിക്കൽ പിക്ചർ, ലീനിയർ ആൻഡ് ബേസിൻ്റെ പിക്ചേഴ്സ്. നെക്സ്റ്റ് എന്താണ് ബേസ് ഫ്ലിപ്പിംഗ്? ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. ജസ്റ്റ് DNAയിൽ മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ ഞാനിവിടെ. ബേസ് ഫ്ലിപ്പിംഗ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഒരു ബേസ് അവിടെ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് മാറുക, അതിനാണ് ബേസ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. സംടൈംസ് ഇൻഡിവിജ്വൽ ബേസസ് ക്യാൻ പ്രൊട്യൂഡ് ഫ്രം ഡബിൾ ഹെലിക്സ് ഇൻ എ റിമാർക്കബിൾ ഫിനോമിനൻ കോൾഡ് ബേസ് ഫ്ലിപ്പിംഗ്. അതായത് ഒരു ബേസ് അവിടെ നിന്ന് പ്രൊട്രൂഡ് ചെയ്ത് പുറത്തോട്ട് വരിക, ഇൻഡിവിജ്വൽ ബേസ്, അതിനെയാണ് നമ്മൾ ബേസ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് എൻസൈംസ് ദാറ്റ് മെത്തിലേറ്റ് ബേസസ്, അതായത് ബേസസിനെ മെത്തിലേഷൻ ചെയ്യുന്ന എൻസൈംസോ ഓർ അതിനെ റിമൂവ് ചെയ്യുക, ഡാമേജ് ആയിട്ട് ബേസസിനെ റിമൂവ് ചെയ്തതോ എക്സ്ട്രാ ഹെലിക്കൽ കോൺഫിഗറേഷൻ, അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലിപ്പിംഗ് ഓഫ് ബേസസ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ബേസ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? DNA ഈസ് യൂഷ്വലി റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്സ്. നെക്സ്റ്റ് മേജർ ആൻഡ് മൈനർ ഗ്രൂവ്സ്. പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് മേജർ ഗ്രൂവ്, മൈനർ ഗ്രൂവ്. പിക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ 2 ചെയിൻസ് തമ്മിൽ ഫോം ചെയ്യുമ്പോൾ ഒരു ലോങ് എക്സ്റ്റെൻഡഡ് പോളിമർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അവിടെ 2 ടൈപ്പ് ഓഫ് ഗ്രൂവ്സ് ഫോം ചെയ്യും. രണ്ടും ഈക്വൽ സൈസിലല്ല. അതാണ് ഒന്ന് മൈനർ ആൻഡ് അതർ വൺ മേജർ. മേജർ ഗ്രൂവ്സ് എന്ന് പറയുമ്പോൾ വേർ ദ ബാക്ക് ബോൺസ് ആർ ഫാർ അപ്പാർട്ട്. മൈനർ ഗ്രൂവ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ക്ലോസ് ടുഗെദർ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് മേജർ ഗ്രൂവ്സ് ആൻഡ് മൈനർ ഗ്രൂവ്സ്. നെക്സ്റ്റ് ഫോംസ് ഓഫ് DNA അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് DNA. ഒന്ന് ഞാനിപ്പോൾ ജനറൽ ആയിട്ടുള്ള ഫോംസേ പറഞ്ഞിട്ടുള്ളൂ. B ഫോം, A ഫോം ആൻഡ് Z ഫോം. B ഫോം DNA മീൻസ് അതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഫോം ഓഫ് DNA ആണ് നമ്മൾ സെൽസിൽ കാണപ്പെടുന്നത്.
ഇത് റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്സ് ആണ്. ഇറ്റ് ടേൺസ് എവറി 3.4 നാനോമീറ്റർ. ഈച്ച് ടേണിലും 10 ബേസ് പെയേഴ്സ് ഉണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർ എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്. മേജർ ഗ്രൂവ് ആൻഡ് മൈനർ ഗ്രൂവും ബി ഫോമിൽ ഉണ്ട്. നെക്സ്റ്റ് എ ഫോം ഓഫ് ഡി എൻ എ. എ ഫോം ഓഫ് ഡി എൻ എ എന്ന് പറയുമ്പോൾ ലെസ് കോമൺ ആണ് ഈ എ ഫോം ഓഫ് ഡി എൻ എ. റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് തന്നെയാണ്. ഈച്ച് ടേണിലും 11 ബേസ് പെയേഴ്സ് ആണ് വരുന്നത്. 2 ഗ്രൂപ്പ്സ് ഉണ്ട്, മേജർ ഗ്രൂവ് ആൻഡ് മൈനർ ഗ്രൂവ്. നെക്സ്റ്റ് ഇസഡ് ഫോം ഓഫ് ഡി എൻ എ. ഇറ്റ് ഈസ് ദ റാഡിക്കൽ ചേഞ്ച് ഓഫ് ബി ഫോം ആണ്. പിന്നെ ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. ഇത് വളരെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. GC റിച്ച് ഡി എൻ എ റീജൻ ആണ് ഇതിൽ വരുന്നത്. സിക്സാക് ഷേപ്പ് ഷുഗർ ബാക്ക് ബോൺ ആണ് വരുന്നത്. ബി ടു ഇസഡ് ഫോം, അതായത് റാഡിക്കൽ ചേഞ്ച് ഓഫ് ബി ഫോം എന്ന് പറഞ്ഞില്ലേ, അത് ജീൻ റെഗുലേഷന് റോളുള്ള ഒരു കാര്യമാണ് ഈ ബി ടു ഇസഡ് ഫോം. പിന്നെ താഴെ 3 DNA പിക്ചർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഇനി ടോപ്പോളജി ഓഫ് DNA ആൻഡ് ബാലൻസ്, RNA സ്ട്രക്ചർ ആൻഡ് RNA ടോപ്പോളജി നമ്മൾ വരും പാർട്ടുകളിൽ പറയുന്നതാണ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് DNA മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേസ് ഫ്ലിപ്പിംഗ്, സ്ട്രക്ചർ ആൻഡ് ബേസ് പെയറിംഗ്, മേജർ ഗ്രൂവ്, മൈനർ ഗ്രൂവ്, കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ്, ലീനിയർ പോളിമറൈസേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ നോട്ട് മിസ് ബയോകെമിസ്ട്രി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താങ്ക്